ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ഏകദേശം നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ തൽക്കാലം ഫസ്റ്റ് ഫേസ് നമുക്ക് കഴിഞ്ഞായിട്ട് പറയാം. സീസ് ഫയർ വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അംഗീകരിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇനിയും ഏത് തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കി അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ റിട്ടാലിയേഷൻ പാകിസ്ഥാന്റെ മേലുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ നടത്തിയ പോലെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന നമ്മളുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അപ്പം ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്കറിയാം യുദ്ധം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട്. കാരണം ഇത്രയും വളരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റാക്സ് നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുകയും പാകിസ്ഥാൻ തിരിച്ച് ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതൊരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം ഇവിടെ ഒരു ടൈറ്റിൽ നമ്മളിത് കാണുകയാണെങ്കിൽ ചൈന പോലും കഴിഞ്ഞ് എന്നിട്ടും പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട്? ചൈന കൈയൊഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ചൈന ഇപ്പോഴും പാകിസ്ഥാന്റെ ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ടർ തന്നെയാണ്. കാരണം തുർക്കിയേക്കാൾ കൂടുതൽ പാകിസ്ഥാനെ ആവശ്യം ചൈനയ്ക്കാണ് എല്ലാ രീതിയിലും. തുർക്കിക്ക് മറ്റു ചില താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നേരിട്ട് ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ഡിഫൻസ് റിലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള പുതിയ ശത്രുനിര എങ്ങനെ നേരിടും? 2023 തുർക്കിയിലുണ്ടായ ഭൂചലനത്തിൽ ഏറ്റവും ആദ്യം ഓടിച്ചെന്ന് സഹായം നൽകിയതൊക്കെ ഇന്ത്യയാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ ഉണ്ടെങ്കിലും നമ്മൾ സഹായിക്കാനായിട്ട് ഓടിയെത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രശ്നം കൂടാണല്ലോ. അപ്പം ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 19 മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ലോകത്ത് ഉണ്ടായിട്ടും അതിനകത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ മുന്നിട്ട് വന്നത് ടർക്കിയും അസർബൈജാനുമാണ്. അസർബൈജാൻ വൻതോതിലുള്ള സഹായങ്ങൾ നൽകിയിട്ടില്ല തുർക്കിയെ പോലെ. പക്ഷേ പാകിസ്ഥാനൊപ്പമാണ് അസർബൈജാൻ. കാരണം അസർബൈജാനും അർമേനിയും തമ്മിലുള്ള വിഷയത്തിൽ നമ്മൾ അർമേനിയക്കൊപ്പമാണ്. ടർക്കിയും പാകിസ്ഥാനും അസർബൈജാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മിലിറ്ററിലിയും അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടും മറ്റെല്ലാ തരത്തിലും പാകിസ്ഥാന് അസർബൈജാനെ ആയുധം കൊടുത്തും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർമേനിയക്കൊപ്പം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടർക്കി ഇത്രയും ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് പാകിസ്ഥാന് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ട് അവർക്ക് ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഇപ്പം വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ടർക്കി, പാകിസ്ഥാനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് അപേക്ഷിച്ചുണ്ടല്ലോ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലെ ടാർഗറ്റ് ചെയ്ത 36 സ്ഥലങ്ങളിലേക്കും വിക്ഷേപിച്ചിട്ടുള്ള 300-400 ഡ്രോണുകളിൽ പരം, 300-400 കൃത്യമല്ലത്, എന്നാലും 300 മുതൽ 400, ചില റിപ്പോർട്ടുകൾ 500-600 പറയുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക്. എന്നാലും തീർച്ചയായിട്ടും ഡ്രോൺ സ്വാം എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം പിന്നെ പാകിസ്ഥാന് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് ടർക്കിയുടെ ഡ്രോണുകളാണ് മൊത്തം ഉപയോഗിച്ചതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ടർക്കിയിൽ ഉണ്ടാക്കിയ അസീസ് ഗാർഡ് സോങ്ക ഡ്രോൺസ് എന്നും പറഞ്ഞു. കാരണം അതിൻ്റെ അവശേഷങ്ങളൊക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താ സാധനങ്ങളായത്. അപ്പോൾ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ അകത്തുള്ള ആക്രമണം അറ്റാക്ക് കൊണ്ട് പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തിൽ യാതൊരു സംശയമില്ല. പാകിസ്ഥാന്റെ 4 എയർ ഡിഫൻസ് സൈറ്റ്സിൽ നമ്മൾ ഡ്രോൺ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റഡാർ ഇൻസ്റ്റലേഷൻ, അവരുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അവരെന്തായാലും സത്യം പുറത്ത് പറയത്തില്ല, പക്ഷേ അതാണ് സത്യം. അപ്പോൾ ഇത് ടർക്കി എന്തുകൊണ്ടാണ് പാകിസ്ഥാനായിട്ട് ഇത്രയും അകമഴിഞ്ഞൊരു സഹായം? 2 മുസ്ലിം രാജ്യങ്ങളാണ്, സുന്നി മുസ്ലിം രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലൈനുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടർന്നതിനിടെ ഈ
ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാണ്. ഏകദേശം 400-ൽ പരം ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്നാണ് റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ തകർന്നു വീണ ഡെബ്രീസ് എന്നൊക്കെ പറയും, ഡ്രോണുകളുടെ ആയാലും മിസൈലിൻ്റെ ആയാലും അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ആയാലും തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് അതറിയാൻ പറ്റുന്നത്. കാരണം എവിടെയെങ്കിലും കിട്ടില്ല, മെയ്ഡ് ഇൻ ടർക്കി എന്നൊക്കെ എവിടെയെങ്കിലും നമുക്ക് അതിനകത്ത് ലേബൽസ് തീർച്ചയായും കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സിനൊക്കെ അതറിയാൻ പറ്റും തീർച്ചയായും. അപ്പോൾ ഈ തകർന്നു വീണ ഡ്രോണുകളുടെ പ്രാഥമിക പരിശോധനയിൽ ഇവയെല്ലാം തുർക്കിയിൽ നിർമ്മിച്ച അസീസ് ഗാർഡ് സോൺഗാർഡ് ഡ്രോണുകളാണെന്ന് തെളിഞ്ഞതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വിശദീകരണമാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കാതെ തന്നെ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയൊരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയും ടർക്കിയും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമുള്ള ബന്ധങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം ന്യായമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യയും ടർക്കിയും തമ്മിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ ഇന്ത്യയെ ഒരു വിരോധം കാണിച്ച് പാകിസ്ഥാനെ ഇപ്പം നമുക്ക് ചൈനയായിട്ടുള്ള ഇന്ത്യ ചൈന റിലേഷൻസ് നമുക്കറിയാം. അപ്പോൾ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അതിലൊരു ന്യായീകരണമുണ്ട്. പക്ഷേ ടർക്കി ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ, കാരണം ഇന്ത്യയായിട്ട് അങ്ങനെയുള്ള മോശമായിട്ടുള്ള റിലേഷൻസ് ഒന്നും ടർക്കിക്കില്ല. എന്നാൽ തന്നെയും ടർക്കി ഭരിക്കുന്ന എർദോഗാന് ചില അംബീഷൻസ് ഒക്കെ ഉണ്ട്, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടർക്കിയുടെ ഈ ഒരു നിലപാട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ടർക്കി അല്ലെ തന്നെയും പാകിസ്ഥാന് നല്ല കാര്യമായിട്ടുള്ള മിലിറ്ററി അസിസ്റ്റൻസ്, ആംസ്, വെപ്പൺസ് ഒക്കെ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രശ്നം ഏകദേശം നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഒരു വിവരം, അവർക്ക് ഒരറിവുണ്ടായില്ല ഇന്ത്യ ഏതായാലും തിരിച്ചടിക്കും, അത് ബാലക്കോട്ട് പോലുള്ളൊരു തിരിച്ചടി ആയിരിക്കത്തില്ല, അതിലും ശക്തമായിട്ടുള്ള പ്രഹരമായിരിക്കുന്ന പാകിസ്ഥാന് മുന്നേ കൂട്ടി അത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ തുർക്കിയിൽ നിന്നൊരു സൈനിക വിമാനവും ഒരു മുങ്ങിക്കപ്പലും പാകിസ്ഥാനിലെത്തിയെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ചൈന കൈവിട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ തന്നെയും ചൈനയെക്കാളും കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് ലഭിച്ച സഹായം ടർക്കിയിൽ നിന്നാണ്. അപ്പം അതിൻ്റെ കാരണങ്ങളാണ് നമുക്ക് അതിന് ഇന്ത്യ ടർക്കി റിലേഷൻസിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെ എങ്ങനെ ഇനിയും ബാധിക്കും എന്നൊക്കെയുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കൂടെ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനോട് ടർക്കിക്ക് ഇത്രയും ലവ് അഫെയർ എന്താണ്? ഓക്കെ, അവർ തമ്മിൽ ബന്ധങ്ങളുണ്ട് പണ്ട് മുതലേ. കാരണം ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ 71-ലെ വാറിലും അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ തന്നെ പാകിസ്ഥാന് ഇപ്പം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒക്കെ ഉണ്ട്. അവിടെ എല്ലാവരും ഏകദേശം ഒരു കെട്ടായിട്ടായിരിക്കും ഒരു 10-50 ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിലെ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ കോൺഗ്ലമറേഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പം അതിനകത്ത് സൗദിയും UAE-യും ഇന്തോനേഷ്യ, മലേഷ്യ, അതുപോലെ എല്ലാ രാജ്യങ്ങളും ഉണ്ടാവില്ല, മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ മുസ്ലിം മെജോറിറ്റി ഉള്ള എല്ലാ രാജ്യങ്ങളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസുണ്ട്. അപ്പോൾ പണ്ട് 71-ലെ വാറിലൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ തന്നെ. അന്ന് UAE-യും സൗദിയൊന്നും ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ടില്ല. അപ്പോൾ ടർക്കി ഉൾപ്പെടെ, ഇറാൻ ഉൾപ്പെടെ, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനൊപ്പമായിരുന്നു. മോറലായിട്ടും അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കാൻ പറ്റുമായിരുന്നു. ആ സഹായങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള സഹായങ്ങളൊന്നും ചൈനയ്ക്ക്, പ്രത്യേകിച്ച് സൗദി, UAE ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ സഹായങ്ങളോ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിട്ടും ടർക്കിയിൽ നിന്നും അകമഴിഞ്ഞിട്ടുള്ള സഹായം പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ദീർഘകാലമായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ പറയുന്ന ഖിലാഫത്ത് മുന്നേറ്റ കാലത്തൊക്കെ തുടങ്ങിയ ബന്ധം, അന്ന് പാകിസ്ഥാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ടർക്കിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആയിരിക്കും അത് പറയുന്നത്. അപ്പോൾ അതിപ്പോഴും മോഡേൺ നേഷൻ സ്റ്റേറ്റൊക്കെ ആയി മാറിയപ്പോഴത്തേക്ക് വലിയ സൈനിക സഹകരണത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2003-ലാണ് എർദോഗാൻ ടർക്കിയിൽ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഏകദേശം 22 വർഷത്തോളമായി. അപ്പോൾ അതിനുശേഷം ഈ ബന്ധം വളരെ ശക്തമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിൽ എർദോഗാൻ്റെ ശരിക്കുമുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയെ പ്രധാനമായിട്ടും വെട്ടിയിട്ട് ലോക ഇസ്ലാമിക് രാജ്യങ്ങളുടെ ലീഡറാകുക എന്നുള്ളതാണ്
എർദോഗാൻ്റെ ടർക്കിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടർക്കി കൊമ്പ് കോർക്കുന്നത് സൗദിയുമായിട്ടും അപ്പുറത്ത് ഇറാനുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇറാനും അങ്ങനൊരു, ഇറാൻ ഷിയ ആണെങ്കിൽ തന്നെയും മുസ്ലിങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ അത് സൗദിയുടെ പക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സൗദിയിലെ രണ്ട് പ്രധാനപ്പെട്ട മെക്ക മദിന പള്ളികളുള്ളത് കസ്റ്റോഡിയൻ സൗദി പിന്നെ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങളുടെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ സൗദിയാണ് കുറേ കാലമായിട്ട്, കുറേ ദശാബ്ദങ്ങളായിട്ട്. അപ്പോൾ അതിനെ പിന്നെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി എർദോഗാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു സൈഡിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അത്രത്തോളം അത് ലോക മുസ്ലിം രാജ്യങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ അവസ്ഥ നമുക്കൊന്നും. അപ്പോൾ ഇറാന്, സൗദി, പാകിസ്ഥാൻ, ടർക്കി, 4 രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള മുസ്ലിം നേഷൻസിലെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എർദോഗാൻ്റെ ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടംവലി എന്ന് പറഞ്ഞാൽ സൗദി UAE അച്ചുതണ്ടിനെതിരെയാണ്. എന്നുവെച്ചാൽ അവരാണല്ലോ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഇപ്പോൾ പ്രബലമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖത്തറും തുർക്കിയും ഒരു അച്ചുതണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സഖ്യത്തിൽ പാകിസ്ഥാനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനകത്തിൽ ചേർത്ത് ഈ സൗദി UAE അച്ചുതണ്ടിനെ എതിർക്കുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തുർക്കി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ടർക്കി അല്ലെങ്കിൽ തുർക്കി പിന്നെ വളരെയധികം പാകിസ്ഥാനെ സഹായിക്കുകയും പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള സഹായങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പാകിസ്ഥാന് പുറമെ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ ഒക്കെ തന്നെ ടർക്കിയുടെ കൂടെ നിർത്തി ടർക്കിക്ക് ഇസ്ലാമിക് വേൾഡിൻ്റെ ലീഡറാകുക. ടർക്കിനെ എർഡോഗാൻ നയിക്കുന്ന ടർക്കിക്ക്, എർഡോഗാൻ്റെ അംബീഷനാണത്. എർദോഗാൻ പോയി കഴിഞ്ഞ് മറ്റേതെങ്കിലും നേതാക്കൾ വരുമ്പോൾ അതിന് അവർക്ക് അങ്ങനെയുള്ള അംബീഷൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. എർദോഗാൻ ഭരിക്കുന്ന ടർക്കിയുടെ അല്ലെങ്കിൽ എർദോഗാൻ്റെ ലക്ഷ്യം അതാണ്, ലോക മുസ്ലിം രാജ്യങ്ങളെ ഒത്തൊരുമിപ്പിച്ച് അതിൻ്റെ പിന്നെ ലീഡർഷിപ്പ് റോള് ടർക്കിയിൽ അധിഷ്ഠിതമാക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ നിയോ ഒട്ടോമാൻ എംപയർ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളതാണ്, ഒരു സുൽത്താൻ ആകുക എന്നൊക്കെയുള്ളതാണ് എർദോഗാൻ്റെ ലക്ഷ്യം. 2019 പാകിസ്ഥാനും തുർക്കിയും ഖത്തറും മലേഷ്യയും ഇന്തോനേഷ്യയും എല്ലാം കൂടെ ചേർന്നിട്ട് മലേഷ്യയിലെ കോലാലംപൂരിൽ ഒരു ഉച്ചകോടി, ഒരു സമ്മിറ്റ് നടത്തിയിരുന്നു. അപ്പം അതിനകത്തിൽ ഈ പറഞ്ഞ സൗദിയും UAE അതുപോലുള്ള രാജ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ ബുദ്ധിജീവികളുടെ സമ്മേളനം എന്നാണ് അതിനെ വിശദീകരിച്ചത്. സൗദി അറേബ്യക്കെതിരെയുള്ള സന്ദേശമാണെന്നത് കൃത്യമായിട്ട് സൗദി അറേബ്യക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സൗദി അറേബ്യ ആയാലും ടർക്കി ആയാലും പാകിസ്ഥാനെല്ലാം സുന്നി വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പം ടർക്കിയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല, അത്ഭുതമൊന്നുമില്ല. കാരണം അത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും. പക്ഷേ ടർക്കിയുടെ ആഗ്രഹം സൗദി UAEക്കെതിരെ ഒരു പിന്നെ ബദൽ സംവിധാനം, ഒരു അച്ചുതണ്ട് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അങ്ങനെ മുസ്ലിം ലോകത്തിൽ ഒരു രാജാവായിട്ട് എർദോഗാന് മാറുക എന്നൊക്കെയുള്ളൊരു ആഗ്രഹമാണ് ടർക്കിക്കും എർദോഗാനും ഒക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ചങ്ങാത്തം കൂടുകയും പാകിസ്ഥാനെ എല്ലാ രീതിയിലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സൗദിയും UAEയും പഴയ പോലെ പാകിസ്ഥാനെ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. ഏകദേശം അവരെ ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരണങ്ങളിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞു UAEയും സൗദിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടർക്കി അല്ലെങ്കിൽ തുർക്കി ഇന്ത്യയുമായിട്ട് അതേപോലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ തമ്മിൽ വലിയ ഒരസലുകളൊന്നുമില്ല. കാരണം ടൂറിസത്തിൻ്റെ കാര്യത്തിലും മറ്റ് പിന്നെ ഇക്കണോമിക്കായിട്ടുള്ള ചില വ്യാപാരങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ പ്രശ്നമില്ലാതെ ബന്ധങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ടർക്കിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നത് ഇന്ത്യക്ക് ചില തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ ഇന്ത്യ ഒരു ഭാഗത്തും പാകിസ്ഥാനും ടർക്കിയും അസർബൈജാൻ്റെ ഭാഗത്തുമാണ് തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ അവിടെ ഒരു എതിർപ്പ് ഉണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ. അത് ഇന്ത്യക്കെതിരെ ഒരു എതിർപ്പായിട്ട് ടർക്കിയും പാകിസ്ഥാനും അസർബൈജാനും അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അസർബൈജാൻ്റെ ശത്രു രാജ്യമായിട്ടുള്ള അർമീനിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ, ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളാണ്. ശരി, ഇസ്രയേൽ അർമീനിയാണോ അസർബൈജാൻ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. പക്ഷേ ഇന്ത്യ അർമീനിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ രീതിയിലും.
അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്ന മറു രാജ്യത്തെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് അസർബൈജാന്റെ പേര് ഇവിടെ പറയുന്നത്. അപ്പോൾ അസർബൈജാൻ ഈ പ്രശ്നത്തിൽ പാകിസ്ഥാന് കൂടുതൽ വലിയ ആ, സഹായങ്ങളും നൽകിയിട്ടില്ലെങ്കിലും അസർബൈജാന്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ആയുധം നൽകുന്ന ഒരു രാജ്യം ടർക്കിയായി മാറിയിട്ടുണ്ട്. പാകിസ്ഥാന് ശരിക്കും ആയുധങ്ങൾ കിട്ടുന്ന ഒന്ന് ചൈന, രണ്ട് നെതർലൻഡ്സ്, മൂന്ന് ടർക്കി. ടർക്കി മൂന്നാം സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞാൽ. ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് ടർക്കിക്കുള്ളത്. അത് ടർക്കിക്കാണോ അതോ നെതർലൻഡ്സ് ആണെന്നോ കൃത്യമായിട്ട് നമുക്ക് അറിയാം. പക്ഷേ നെതർലൻഡ്സ് പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചൈന കഴിഞ്ഞാൽ പിന്നെ നെതർലൻഡ്സും, അത് കഴിഞ്ഞാൽ പിന്നെ ടർക്കിയാണെന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് ടർക്കിക്ക് പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ അടുത്ത സമയത്ത് ടർക്കിയിൽ നിന്നും ബൈറക്തർ ഡ്രോൺസ്, അതൊക്കെ വളരെ ലീതലായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രോണുകളാണ്. ടർക്കി ഇപ്പം ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വലിയൊരു പവറായി മാറിക്കഴിഞ്ഞു. ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ ടർക്കി ഇപ്പോൾ ഒരു വലിയൊരു പവറാണ് ശരിക്കും പറഞ്ഞത്. അതിൽ കെമാൻകസ് ക്രൂസ് മിസൈലുകൾ, അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാന് ടർക്കി കൊടുത്തിരുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ ടർക്കിയിൽ നിന്ന് ഈ പറഞ്ഞ ഡ്രോണുകളും ക്രൂയിസ് മിസൈലും ഒക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ റിപ്പോർട്ട് കേട്ടത് മെയ് 8 ടർക്കിയുടെ C-1 130 എന്ന് പറയുന്ന സൈനിക വിമാനം പാകിസ്ഥാനിലെത്തിയ. ടർക്കി പറയുന്നത് അത് റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി എത്തിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം തീർച്ചയായിട്ടും ആ പാകിസ്ഥാന് വേണ്ടി വന്നാൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോണുകൾ അതുപോലുള്ള കാര്യങ്ങൾ, മിസൈലുകളൊക്കെ കൊണ്ട് കൊടുത്ത ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇന്ധനം നിറയ്ക്കുന്നതിനാണ് പാക് വിമാനത്താവളത്തിൽ ഇറങ്ങിയെന്നാണ് ടർക്കിയും പാകിസ്ഥാനും ഒരുമിച്ച് വിശദീകരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം തീർച്ചയായിട്ടും അങ്ങനൊരു ഇന്ധനം റീഫ്യൂവൽ എന്ന് പറയുന്ന ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് സമയം, അതിലൊരു പ്രത്യേകതയുണ്ടല്ലോ. കാരണം ഇങ്ങനൊരു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ടർക്കിയിൽ നിന്നും ഒരു അവരുടെ സൈനിക ഫൈറ്റർ അല്ല, അവരുടെ ഒരു എന്താണ് പറയുന്നത്, സൈനിക വിമാനം, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം സേനയിലുള്ള. അപ്പോൾ അത് വലിയ വിമാനമായിരിക്കും. അതിനകത്തിൽ ഒത്തിരി സാധന സാമഗ്രികളൊക്കെ അവർക്ക് ഷിപ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിമാനം പാകിസ്ഥാനിൽ വന്നിറങ്ങിയത് നമുക്ക് സംശയത്തോടുകൂടി മാത്രമേ വീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 2023 ഉണ്ടായ ഭൂകമ്പത്തിൽ ആദ്യ ഓടിയെത്തിയ രാജ്യമായിരുന്നു ഇന്ത്യ. ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ നാവികസേനയുടെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ ദേശീയ ദുരന്ത നിവാരണ സേനയും ഡോഗ് സ്ക്വാഡും ഒക്കെ ഉൾപ്പെടെ നമ്മൾ തുർക്കിയിലെത്തി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൈനിക ഫീൽഡ് ആശുപത്രിയും ഒക്കെ തന്നെ നമ്മൾ തുറന്ന് രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നു. അന്ന് നിരവധി സഹായങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും തുർക്കിയിലെത്തിയിട്ടുണ്ട്. തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങൾക്ക് 10 കോടി രൂപ കേരളവും സംഭാവന ചെയ്തത്. എങ്ങനെയുണ്ട്? ഇവിടെ ആകപ്പാടെ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം. അവിടുന്ന് 10 കോടി രൂപ എടുത്ത് തുർക്കിക്കും സിറിയക്കും കൊടുത്ത് വളരെ വിശാല മനസ്സ് കാണിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് പോലും ടർക്കി പാകിസ്ഥാനോട് ഈ വലിയ സ്നേഹവും അല്ലെങ്കിൽ ലവ് ഓഫറൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സംശയം ഉണ്ടാക്കുന്നവരാണ്. അപ്പം ഇന്ത്യക്കെതിരെ ശത്രുക്കൾ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികതയുണ്ട്. കാരണം ശത്രുക്കളല്ലേ ഒരുമിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ടർക്കി അങ്ങനെ പാകിസ്ഥാന് സഹായം ചെയ്തു എന്നുള്ള കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സംശയമൊന്നുമില്ല. അത് ഈ പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമല്ല. കാരണം പാകിസ്ഥാൻ ആയുധം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ടർക്കി തന്നെയാണ്. നേരിട്ട് ഇന്ത്യക്ക് ടർക്കിയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇനിയും ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ടർക്കിയോടുള്ള സമീപനത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് തെളിയുന്നുണ്ട്. അപ്പോൾ ടർക്കിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമം ആണ് ഇന്ത്യ. അല്ലെങ്കിൽ ടർക്കിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഉത്തരം ഈ ഒരു രീതിയിലായിരിക്കണം. ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ, അതുപോലെ തന്നെ UAE, സൗദി ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. പിന്നെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, പിന്നെ ഡിഫൻസ് പരമായിട്ടുള്ള, പ്രതിരോധ മേഖലയിൽ നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട്
ഈ പറഞ്ഞ ടർക്കിക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ടർക്കി ശത്രുവായിട്ട് കാണുന്ന രാജ്യത്തിന് കൂടുതൽ ഇതുപോലുള്ള ആയുധങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനിയും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ നമുക്ക് ടർക്കിയെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ടർക്കി നമുക്കെതിരെ ഇങ്ങനൊരു നിലപാടെടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ, കാരണം ടർക്കി അസർബൈജാൻ ഒരുമിച്ച് നിന്നിട്ടാണല്ലോ ഈ അർമീനിയക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ അർമീനിയക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഇടങ്ങൾ നോക്കി ടർക്കി ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും മറ്റൊരു രാജ്യമായിട്ട് കൊമ്പ് കോർക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനാണ് നമ്മൾ ഇതുപോലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, ആ രാജ്യമായിട്ട് കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഡ്രോൺ അറ്റാക്ക് പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 300 മുതൽ 400 വരെ എന്നാണ് പറയുന്നത്. പക്ഷേ 400-ലൊക്കെ കൂടെ നമുക്ക് കൃത്യമായിട്ട് കണക്കുകളില്ല. 300 to 400 ടർക്കിഷ് ഡ്രോൺസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം ടർക്കിയുടെ ഡ്രോണുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടർക്കി നേരത്തെ മുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മെയ് 8 അവിടെ ചെന്ന് ഈ യുദ്ധവിമാനം, അവരുടെ സൈനിക വിമാനം, യുദ്ധവിമാനമല്ല സൈനിക വിമാനത്തിൽ അവിടെ കൊണ്ടിറക്കിയത് ഈ പറഞ്ഞ ഡ്രോണുകളും മിസൈലും ഒക്കെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് യാതൊരു സംശയമൊന്നുമില്ല. പിന്നെ കള്ളം പറയാമല്ലോ, അത് റീഫ്യൂവലിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ നന്നാക്കാൻ ഇറങ്ങിയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ഇറങ്ങിയാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കള്ളം പറയാം. എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കള്ളം പറയാം. അത് പക്ഷേ കള്ളം പറഞ്ഞാലൊന്നും അത് നമുക്ക് വിശ്വസിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചാലും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടർക്കിയും പാകിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ബന്ധം തുടരുകയാണ്, നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇന്ത്യ ഇതുപോലുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാലും പാകിസ്ഥാന് ടർക്കിയിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. മറ്റ് പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളൊന്നും പാകിസ്ഥാന്റെ സഹായത്തിന് ഇപ്രാവശ്യം എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ ഒരു ചെറിയ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ അത് ശക്തമായിട്ട് അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്തിരുന്നു. എന്നാലും UAEയും സൗദിയൊന്നും പഴയ പോലെ തന്നെ പണ്ടത്തെ പോലെ എന്തായാലും ഇന്ത്യക്കെതിരെ നിലകൊള്ളുവാനോ അല്ലെങ്കിൽ പാകിസ്ഥാനോട് കൂടുതൽ ചങ്ങാത്തം കാണിക്കുവാനോ അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ അതുവഴി കൂടുതൽ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുവാനോ ഒന്നും സൗദിയും UAEയും തയ്യാറാകത്തില്ല. കാരണം അവരുടെയൊക്കെ നിലപാടും കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പഴയതിലൊക്കെ മാറി അവർ പുതിയ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലൊക്കെ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യയുമായിട്ട് കൂടുതൽ കൂട്ടുകൂടാനും കൂടുതൽ സൈനിക ബന്ധങ്ങൾ സൗദി ഇന്ത്യയായിട്ടുണ്ട്. കാരണം ഇന്ത്യ സൈനിക ഡിഫൻസ് പ്രോഡക്ട്സ് ഒക്കെ സൗദി അറേബ്യക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ UAE ആയിട്ട് ഉണ്ട് നമ്മൾ സൈനികമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതിൽ. അപ്പോൾ അതൊക്കെ വളർന്നു വരുന്ന പാതയിലാണ്. അപ്പോൾ അതിനൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് സൗദിയും UAE ഇനിയും പാകിസ്ഥാനൊപ്പം പഴയ നിലകൊള്ളുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ടർക്കി നിൽക്കും തീർച്ചയായിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ടർക്കി എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്കിനിയും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമുക്കതിനെ കാണാം. ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കും, ഏത് തരത്തിലുള്ള പോളിസി ആയിരിക്കും ടർക്കിക്കെതിരെ എടുക്കുന്നുള്ളത്. ടർക്കിക്കെതിരെ എടുക്കുക എന്നുള്ളത് നമുക്കിപ്പം സ്പഷ്ടമായിട്ട് കൃത്യമായിട്ട് ഇന്ത്യയും ടർക്കിയും തമ്മിലുള്ള വിഷയങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനൊരു ഹാർഷായിട്ടുള്ള ബോയ്ക്കോട്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒന്നും അല്ലെങ്കിൽ അങ്ങനൊരു പോളിസി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിന് നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ചില നടപടിക്രമങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ടർക്കിക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ടർക്കിക്ക് എതിരായിട്ട് നിൽക്കുന്ന ടർക്കി ശത്രു രാജ്യമായിട്ട് കാണുന്ന ഈ ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേലായിട്ട് നമ്മൾ ബന്ധം കൂടുതൽ ശക്തമാണ്. UAE ആയിട്ട് നമ്മൾ ബന്ധം കൂടുതൽ ശക്തമാണ്. സൗദി ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ശക്തമാക്കി വരുന്നു. അർമീനിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ടർക്കി ഡയറക്റ്റായിട്ട് അസർബൈജാനെ സപ്പോർട്ട് ചെയ്ത് യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അർമീനിയ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ടർക്കിയെ ഇറിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അലോസരപ്പെടുത്താൻ നമുക്ക് സാധിക്കും. തൽക്കാലം നമുക്ക് ഇത്രയാണ് ഈ ഒരു ടർക്കി പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.